ഹായ് സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ 9:30 ബെല്ലടിക്കും. എപ്പോഴും 10 മണിക്കാണ് ബെല്ലടിക്കുക, പക്ഷെ വെള്ളിയാഴ്ച മാത്രം 9:30 ബെല്ലടിക്കും. 12:30 സ്കൂള് ഉച്ചവരെയുള്ള ആ ഷിഫ്റ്റ് പൂർത്തിയായി ഊണ് കഴിക്കാനുള്ള ബെല്ല് 12:30 അടിക്കുകയും ചെയ്യും. അത് വന്നിട്ട് ഈ പള്ളിയിൽ പോകുന്ന കുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ട് ആവാനുള്ള രീതിയിലാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഒരു 1ാം ക്ലാസ് ഫസ്റ്റ് സ്കൂളിൽ ചേർത്തിയ സമയത്ത് മാക്സിമം വെള്ളിയാഴ്ചകളിൽ വൈകിട്ടായിരിക്കും സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ അസംബ്ലി എല്ലാം തുടങ്ങിയിട്ടുണ്ടാകും. അസംബ്ലി കഴിഞ്ഞ് ഡ്രിൽ മാസ്റ്റർ വടിയെടുത്തിട്ട് വന്നിട്ട് നേരെ ഈ ലേറ്റായ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് നേരെ പോകുന്നത് ഒരു മഹാനായ വ്യക്തിയുടെ പ്രതിമയുടെ മുന്നിലാണ്. ആ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരെ കൊണ്ടും ഏത്തിടിക്കുകയും ചില സമയങ്ങളിൽ അടി വാങ്ങുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത്തിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ പ്രതിമയെ വണങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ. അപ്പോൾ ആ മഹാനായ പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മഹാത്മാഗാന്ധിജി കടന്നു വരുന്നത്. ആ പ്രോസസ്സ് ഞങ്ങൾ വെള്ളിയാഴ്ച മാക്സിമം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അദ്ദേഹത്തിന് മുന്നിൽ പോയി തൊഴുകയും ഏത്തമിടുകയും ചെയ്യുന്നത്. അത് ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുകയും അദ്ദേഹത്തെ ഈശ്വര തുല്യമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുവാനും ഇടയാവുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ചെറുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമായിരുന്നു. നമ്മൾ സത്യസന്ധത ഫോളോ ചെയ്യുമ്പോൾ നീ ആര്, മഹാത്മാഗാന്ധിയോ എന്ന് ചോദിച്ചിട്ട് കൂട്ടുകാരോട് മറുപടിയായി പറയാറുണ്ടായിരുന്നു, തീർച്ചയായിട്ടും നമ്മുടെ മാനസിക മുത്തശ്ശനാണല്ലോ, അപ്പോൾ തീർച്ചയായും നമ്മിലും ആ സത്യസന്ധത ഉണ്ടാകും എന്ന്. Okay, thank you.